ലോക്പാൽ നിയമനങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നിർണായകമായതിനാൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിച്ചിടാനാവില്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ തുടർന്നാണ് ലോക്സഭാ സ്പീക്കറുടെ പ്രതികരണം. സഭയിൽ പാർട്ടി പ്രതിനിധികളുടെ എണ്ണമനുസരിച്ചാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം തീരുമാനിക്കുന്നത്. ഇക്കാര്യം അറ്റോർണി ജനറൽ ഉടൻ തന്നെ സുപ്രീം കോടതിയെ അറിയിക്കും. ലോക്പാലിന് പുറമെ CVC, CIC നിയമനങ്ങളിലും പ്രതിപക്ഷ നേതൃസ്ഥാനം അത്യന്താപേക്ഷിതമാണ്. ഈ നിയമനങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് സർക്കാരിന്റെ നിലപാടാവും അറ്റോർണി ജനറൽ മുകുൾ റോഹ്തഗി സുപ്രീം കോടതിയെ അറിയിക്കുക. കേന്ദ്രത്തിന്റെ നിലപാട് 4 ആഴ്ചയ്ക്കകം അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ വലിയ പാർട്ടിയായ കോൺഗ്രസിന് നിലവിൽ 44 സീറ്റുകളാണുള്ളത്. 543 സീറ്റിൽ 55 സീറ്റുള്ള പാർട്ടിക്ക് മാത്രമേ ചട്ടപ്രകാരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ളൂവെന്നാണ് NDAയുടെ പക്ഷം. നേതൃസ്ഥാനത്തിന് കോൺഗ്രസ് അവകാശം ഉന്നയിച്ചെങ്കിലും സർക്കാരും സ്പീക്കറും എതിർത്തിരുന്നു. കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ട പൊതുതാൽപര്യ ഹർജി രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കോടതികളെ വലിച്ചിഴക്കരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു. TV ന്യൂസ്, ഡൽഹി.